ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടൊരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ. നമുക്ക് ആദ്യം തന്നെ ആവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഇല്ലാണ്ട് വളരെ ഡ്രൈ ആയിരിക്കുന്ന ഒരു മിക്സിയുടെ ജാറാണ്. ഇതിലേക്ക് ഏകദേശം ഒരു കപ്പോളം നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം ഫ്ലേവറൊന്നും ഇല്ലാത്ത എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് എണ്ണയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ഏകദേശം 2 മുട്ട നമ്മളൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇത് വാനില ഫ്ലേവറിലുള്ളൊരു ടീ കേക്ക് ആയതുകൊണ്ട് ഒരു സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് നല്ല പതഞ്ഞ് കിട്ടുന്ന ഒരു രീതിയിൽ ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. എന്നാലാണ് നമ്മുടെ കേക്ക് നല്ല സ്പോഞ്ച് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് 1 കപ്പോളം മൈദമാവാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ശേഷം നമ്മൾ 1 സ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നമുക്ക് ഇതിനൊന്ന് ഏതെങ്കിലും ഒരു തവിയോ അതുപോലെ എന്തെങ്കിലും സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂണോളം ബട്ടർ ചേർത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പാലൊന്ന് നല്ല തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പാലൊന്ന് വറ്റി നമുക്ക് ആ കേക്കിൻ്റെ ബാറ്റർ നല്ലൊരു ലൂസായി കിട്ടുന്ന കൺസിസ്റ്റൻസിയിലേക്കുള്ള പാല് മാത്രമേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അളവിനനുസരിച്ച് പാലും എടുത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ പാൽ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അത് നല്ല ചൂടോടെ തന്നെ നമുക്ക് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ എല്ലാതും നല്ല ബാലൻസ് ആയി നിൽക്കാനാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം എൻ്റെ ബട്ടർ ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കാഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഉപ്പില്ലാത്ത ബട്ടറാണെങ്കിൽ ഒരു പിഞ്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റായിട്ട് ഞാനിവിടെ ഒരു 1/4 സ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ല രീതിയിൽ വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ തന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ബട്ടർ പേപ്പറൊക്കെ നിരത്തി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ട്രേ ആണെങ്കിലും അതൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലൊന്ന് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കേക്ക് പെട്ടെന്ന് നമുക്ക് വിട്ടു പോരാനായിട്ട് സാധിക്കും. ഇത് നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഉള്ളിലുള്ള ബബിൾസൊക്കെ പുറത്തേക്ക് വരണം. പിന്നെ ഞാനിവിടെ ഓവനൊന്നല്ല യൂസ് ചെയ്യണേ, ഒരു കുക്കറാണ്. അപ്പോൾ കുക്കറൊന്നൊരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു തവിയും കൂടി വെച്ചിട്ട് ഒരു 45 to 50 മിനിറ്റ് വരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിൽ സ്പോഞ്ച് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം സ്പോഞ്ച് ആയിരിക്കണം നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ട് ഒരു 45 to 50 മിനിറ്റ് വരേക്കും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡി ആവുന്നതാണ് കേട്ടോ.